മെഡിക്കൽ ടേംസ് മെഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജോയിൻസിനെ പറ്റിയാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഇതുവരെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ ബോൺസ് എല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ജോയിൻസ് തുടങ്ങുന്നതിന് മുന്നേ ജോയിൻസിൻ്റെ പ്രധാനപ്പെട്ട ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഒരു ജോയിൻ്റ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതൽ ബോൺസ് കൂടിച്ചേരുന്ന ഒരു പോയിന്റ്, മീറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, 2 or more bonds come together in a joint എന്ന് പറയും. അപ്പോൾ ഈ ജോയിൻസിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം തന്നെ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂവ്മെൻറ്റ് ഉണ്ടാക്കുക. ഇപ്പം നമ്മുടെ ഫിംഗേഴ്സിൽ തന്നെ ഇത്രയും ജോയിൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും എടുക്കാനും അതിനെ ഗ്രാസ്പ് ചെയ്യാനും അല്ലെ ശക്തിയിൽ ഇങ്ങനെ മുറുകെ പിടിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ആ ഒരു ജോയിൻസ് ഇത്രയും ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ജോയിൻസ് എപ്പോഴും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉള്ളത് തന്നെ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനാണ്. പക്ഷേ ഇപ്പോൾ ചില ഏരിയാസ്, നമ്മുടെ ബോഡിയിൽ തന്നെ ചില ഏരിയാസിൽ മൂവ്മെൻറ്റ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ ഒന്നില്ലെങ്കിൽ മൂവ്മെൻറ്റ് തീരെ കുറവുള്ള ജോയിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഒട്ടുമില്ലാത്ത ജോയിൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അതാണ് ഒരു ക്ലാസിഫിക്കേഷൻ ബേസിസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നമ്മളൊരു ജോയിൻറ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്ര എക്സ്റ്റെൻഡ് ഓഫ് മൂവ്മെൻറ്റ് പോസിബിൾ ആണ് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ജോയിൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 3 ടൈപ്സ് ഉണ്ട് ജോയിൻസ് ബേസ്ഡ് ഓൺ ദ എക്സ്റ്റെൻഡ് ഓഫ് മൂവ്മെൻറ്റ്, അവരുടെ ഒരു മൊബിലിറ്റിയുടെ ബേസിസിൽ. സോ ഫസ്റ്റ് ടൈപ്പിനെ നമ്മൾ ഇമ്മൂവബിൾ ജോയിൻസ് എന്ന് പറയും. ഇമ്മൂവബിൾ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒട്ടും മൂവ്മെൻറ്റ് ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് ഉള്ളത് ഇതുപോലെ ഇമ്മൂവബിൾ ജോയിൻസ് ആണ്. ഓക്കെ, അവർക്ക് വേറൊരു പേര് കൂടിയുണ്ട്, നമ്മളൊരു ലാറ്റിൻ പേര് പോലെ സിൻ ആർത്രോസിസ് എന്ന് പറയും. സിൻ എന്ന് പറഞ്ഞാൽ ഫ്യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ്. ടുഗെദർ എന്നർത്ഥം വരുന്ന ഒരു പ്രിഫിക്സ് ആണ് സിൻ എന്ന് പറയും. സോ അവിടെ ശരിക്കും ഫ്യൂസ്ഡ് ടുഗെദർ ആണ്. ബോൺസ് ആക്ച്വലി തമ്മിൽ കൂടി ചേർന്നിരിക്കുന്നു, അവർക്ക് വെവ്വേറെ മൂവ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ജോയിൻറ്റിന് എക്സാമ്പിളാണ് നമ്മുടെ സ്കൾ ബോൺസിനിടയിലുള്ള ജോയിൻറ്റ്സ്. നമുക്കറിയാലോ, സ്കൾ ബോണുകൾ തമ്മിൽ അങ്ങ് ഫ്യൂസ് ചെയ്തേക്കുക, അവിടെ ജോയിൻ്റ് ഉണ്ടെന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഈ ബോണുകൾക്കൊന്നും വേറെ മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഒരു മൂവ്മെൻറ്റിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ ഫോർ സിൻ ആർത്രോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രേനിയൽ ബോൺസിനിടയിലുള്ള ജോയിൻറ്റ്സ് ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാറ്റഗറി, ഇമ്മൂവബിൾ ജോയിൻറ്റ്സ്. ദ സെക്കൻഡ് കാറ്റഗറി ഈസ് പാർഷ്യലി മൂവബിൾ ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുറച്ച് മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷെ അത്ര ഒരു വലിയൊരു ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഇല്ല, എന്നാൽ ചെറിയ രീതിയിൽ ചെറിയൊരു റേഞ്ച് ഓഫ് മോഷൻ അലൗഡ് ആണ്. അപ്പോൾ എന്നാൽ ഇമ്മൂവബിളിനെ പോലെ ഒട്ടും അങ്ങനെ മൂവ് ചെയ്യാതെ ഇരിക്കുന്നില്ല, പക്ഷെ ഒത്തിരി മൂവ്മെൻ്റ് ഇല്ല. അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ജോയിൻറ്റുകളാണ് പാർഷ്യലി മൂവബിൾ ജോയിൻറ്റ്സ്. അവരെ നമ്മൾ ആംഫി ആർത്രോസിസ് എന്ന് പറയും. ആംഫി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡ്യുവൽ എന്നുള്ളത് പോലെയാണ്, അതായത് രണ്ടിലും ഉൾപ്പെടുത്താൻ പറ്റില്ല. ദേ ആർ നോട്ട് ഇമ്മൂവബിൾ ബട്ട് ദേ ആർ നോട്ട് ഫ്രീലി മൂവബിൾ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ നമ്മൾ ആംഫി ആർത്രോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് നമ്മുടെ വെർട്ടിബിൾ കോളത്തിൽ കാണുന്ന ജോയിൻറ്റ്സ്. നമ്മുടെ സ്പൈനിലെ വെർട്ടിബിൾ കോളത്തിൽ കാണുന്ന ജോയിൻറ്റ്സ് ആണ് ഈ പറഞ്ഞ ഒരു പാർഷ്യലി മൂവബിൾ ജോയിൻറ്റിന് എക്സാമ്പിൾ. കാരണം നമുക്കറിയാം, വെർട്ടിബിൾ കോളത്തിന് അത്ര ഒരു ഫ്രീ മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ ഷോൾഡറൊക്കെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് വെർട്ടിബിൾ കോളം മൂവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്കൊരു കുറച്ച് ബെൻഡ് ചെയ്യാനും നമുക്ക് സൈഡിലേക്ക് ഒക്കെ മൂവ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ കുറച്ചൊക്കെ പറ്റും. അപ്പോൾ അവരാണ് പാർഷ്യലി മൂവബിൾ അല്ലെങ്കിൽ ആംഫി ആർത്രോസിസിന് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ. ദ ജോയിൻറ്റ്സ് ബിറ്റ്വീൻ ദ വെർട്ടിബ്രേ, ഇൻ്റർവെർട്ടിബ്രൽ ജോയിൻറ്റ്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളത്, ഫ്രീലി മൂവബിൾ എന്ന് പറയും. ഫ്രീലി മൂവബിൾ കാരണം അവരെ നമുക്ക് പല പ്ലെയിൻസിലും മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഷോൾഡർ തന്നെ നമുക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യാം. പിന്നെ ഒരു റൊട്ടേഷൻ, ഒരു സർക്കുലർ മൂവ്മെൻറ്റ്, റൊട്ടേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മൾട്ടി പ്ലെയിൻ മൂവ്മെൻറ്റ്സ് അലൗ ചെയ്യുന്ന കുറേ ജോയിൻറ്റുകളുണ്ട്. അവരെയാണ് നമ്മൾ ഫ്രീലി മൂവബിൾ എന്ന് പറയും. ഇവർക്ക് വേറൊരു പേര് കൂടെ ഉണ്ട്, സൈനോവിയൽ. കാരണം ഇവർക്ക് ഇത്രയും ഫ്രീ മൂവ്മെൻറ്റിൻ്റെ ഒരു കാരണം അവരുടെ ഒരു സ്ട്രക്ചറാണ്, ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ കൊണ്ടാണ് അവർക്ക് ഇത്രയും മൂവ്മെൻറ്റ് സാധ്യമാകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സൈനോവിയൽ. അത് നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ സൈനോവിയൽ ജോയിൻറ്റിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ സൈനോവിയൽ ജോയിൻറ്റ്സ് എന്നും പേരുണ്ട് ആർക്ക്? ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്സിന്.
പിന്നെ നമ്മുടെ ഒരു ലാറ്റിൻ പേര് പറയുകയാണെങ്കിൽ ഡയാർത്രോസിസ്. ഡയ എന്ന് വെച്ചാൽ ഇങ്ങനെ കംപ്ലീറ്റ് എന്ന അർത്ഥം വരും, കംപ്ലീറ്റ്. സോ ഒരു കംപ്ലീറ്റ് മൂവ്മെൻറ്റ്, റേഞ്ച് ഓഫ് മോഷൻ ഉള്ള ജോയിൻറ്റ്സ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവരെ നമ്മൾ ഈ ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്സിനെ ഡയാർത്രോസിസ് എന്ന് പറയുന്നത്. സോ സിൻആർത്രോസിസ് ഓർ ഇമ്മൂവബിൾ ജോയിൻറ്റ്സ്, amphiarthrosis or partially movable joints, then diarthrosis or freely movable joints or synovial joints. സോ ഈ ഫ്രീലി മൂവബിൾ ജോയിൻസിന് ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്, നമുക്കറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ എക്സ്ട്രിമിറ്റീസിൽ നമുക്കറിയില്ല, നമ്മുടെ കൈകാലുകളിലാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് നമുക്ക് ആവശ്യം. നമ്മുടെ ഹെഡ്, നെക്ക്, ട്രങ്കിലൊന്നും അത്ര വലിയ മൂവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. സോ ഫ്രീ മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ എക്സ്ട്രിമിറ്റീസിലാണ്, അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജോയിൻറ്റ്സ് ആണ് ഈ ഫ്രീലി മൂവബിളിന് പ്രധാനമായിട്ടും എക്സാമ്പിളായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയായിരിക്കും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഇപ്പോൾ നമ്മുടെ ഷോൾഡർ, ഹിപ്പൊക്കെ ബോൾ ആൻഡ് സോക്കറ്റാണ്. അത് ഇവിടെ ഒരു ബോൾ ലൈക്ക് ഹെഡ് ഓഫ് എ ബോൺ വിൽ ബി ഫിറ്റിംഗ് ഇൻ ടു എ സോക്കറ്റ്, ഒരു ഡിപ്രഷൻ, ഒരു കുഴി, അതിലേക്ക് ഒരു ബോൾ ലൈക്ക് ഹെഡ് ഓഫ് എ ബോൺ ഫിക്സ് ചെയ്തേക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ജോയിൻറ്റ്സ് ആണ് ഹിപ്പും ഷോൾഡറും ഹിപ്പും ഒക്കെ. അതേപോലെ ഹിഞ്ച് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ജനലിൻ്റെയും വാതിലിൻ്റെയൊക്കെ വിജാഗിരി പോലെ, ഹിഞ്ചസ് പോലെ, അവർക്ക് ഒരു കംപ്ലീറ്റ് ഒരു 360 ഡിഗ്രി മൂവ്മെൻ്റ് ഇല്ല. അവർ നമുക്കിപ്പോൾ വാതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ലേ തുറക്കാൻ പറ്റൂ, ഓപ്പോസിറ്റായിട്ട് തിരിക്കാൻ പറ്റില്ല. അതേപോലെ ഇവിടെ ഈ ഹിഞ്ച് ജോയിൻറ്റ്സ് ആണെങ്കിൽ എൽബോയും നീയും ഒക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ബാക്കിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, നീ ആണെങ്കിലും ഫ്രണ്ടിലേക്ക് പറ്റില്ല, ഓക്കെ, ബെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലുള്ള ജോയിൻറ്റ്സ് ആണ് ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയും. ലൈക്ക് എൽബോ, നീ, ആങ്കിൾ, ഇവരൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരും. പിന്നെ നമ്മുടെ എക്സ്ട്രിമിറ്റീസിലല്ലാത്തൊരു എക്സാമ്പിളാണ് നമ്മുടെ പിവറ്റ് ജോയിൻ്റ് എന്ന് പറയും. പിവറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ഷനാണ്, അതുപോലെ ഒരു പ്രൊജക്ഷൻ. സോ ഒരു ബോണിൻ്റെ ഒരു പ്രൊജക്ഷൻ തൊട്ട് മുകളിലുള്ള ഒരു ബോണിൻ്റെ ഒരു ഹോളിലേക്ക്, ഓക്കെ, ഒരു ഓപ്പണിങ്ങിലെ ഒരു ഫൊറാമൻ എന്ന് പറയും. സോ അതിലേക്ക് ഫിക്സ് ചെയ്തേക്കുന്നു. സോ ഈ മുകളിലിരിക്കുന്ന ബോൺ ഈ പിവറ്റിന് ചുറ്റും ഇങ്ങനെ തിരിയുന്നു. നമ്മുടെ നെക്കിൻ്റെ റൊട്ടേഷനൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. ആ ജോയിൻ്റാണ് അറ്റ്ലാൻഡോ ആക്സിയൽ ജോയിൻറ്റ്. അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെർട്ടിബ്രാണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് വെർട്ടിബ്ര, C1, ഓക്കെ, സെർവൈക്കൽ വെർട്ടിബ്രയിൽ തന്നെ ഏറ്റവും മുകളിലെത്തിയത്, ഏറ്റവും ആദ്യത്തെ വെർട്ടിബ്ര, ദാറ്റ് ഇസ് അറ്റ്ലസ്. അതിൻ്റെ തൊട്ടടുത്തത് C2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വെർട്ടിബ്രയുടെ പേരാണ് ആക്സിസ്. അപ്പോൾ ഈ ആക്സിസിന് ഒരു ചെറിയ പ്രൊജക്ഷനുണ്ട്, പിവട്ടുണ്ട്. അത് അറ്റ്ലസിൻ്റെ ഒരു ഹോളിലേക്ക്, ഒരു ഫൊറാമിനിലേക്കാണ് ഇരിക്കുന്നത്. സോ അതിലാണ് നമ്മുടെ നെക്കൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ലാറ്ററൽ റൊട്ടേഷൻ ഓഫ് ദ നെക്ക്. അപ്പോൾ ഇതാണ് ഒരു പിവറ്റ് ജോയിൻറ്റിന് എക്സാമ്പിൾ. ഇവരൊക്കെ എന്താണ്, ഫ്രീലി മൂവബിൾ അല്ലെങ്കിൽ സൈനോവിയൽ അല്ലെങ്കിൽ ഡയാർത്രോസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജോയിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സൈനോവിയൽ ജോയിൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചേഴ്സും ഒക്കെ നമുക്ക് പഠിക്കാം. അതിനുശേഷം നമുക്ക് മസിൽസും കൂടെ. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം കംപ്ലീറ്റ് ആവുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി സന്തോഷം നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലും ലൈക്ക് ചെയ്യുന്നതിലും. താങ്ക് യു സോ മച്ച്. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.